സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സെറ്റ് V of positive real numbers. If x and y denote positive real numbers, then we write വെക്ടർ എച്ച്. ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെക്ടർ എച്ച് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഈ എച്ചുകളെല്ലാം എന്താണ്, വെക്ടേഴ്സാണ്. എച്ച് വൈ സെഡ് ഒക്കെ എല്ലാം എന്താണ്, വെക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ വെക്ടർ എച്ച് is equal to സാധാ എച്ച് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൺസിഡർ ദ സെറ്റ് V of പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സെറ്റ് എന്താണ്, V is equal to നമ്മൾ എക്സാമ്പിളായിട്ട് 6 പറയാമെന്ന് പറഞ്ഞു. നമ്മളത് അടുത്ത പ്രോബ്ലത്തിലായിട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, 6 എന്ന് പറയുമ്പോൾ കുറേ വാല്യൂസ് ഉണ്ട് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽസ് എല്ലാം വരുന്നതാണ് എന്ത്, റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടെ ഷോർട്ടാക്കി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എന്ത്, വിയിൽ. ഇനി വിയിൽ നമ്മൾ എക്സും വൈയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, സാധാരണ ഉള്ള എക്സും വൈയും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എക്സും വൈയും എന്താണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. ഇനി നമ്മൾ ഈ എച്ചിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, വെക്ടർ എച്ച് ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ വെക്ടർ എച്ച് is equal to എച്ചും വെക്ടർ വൈ is equal to വൈ എന്ന് തന്നെയാണ് എടുക്കുന്നത്. നൗ അഡിഷൻ ഓഫ് വെക്ടേഴ്സ് ഈസ് ഡിഫൈൻഡ് ബൈ. അപ്പോൾ ഇവിടെ ഈ വെക്ടർ എക്സും വെക്ടർ വൈയും തമ്മിലുള്ള അഡിഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണത് വെക്ടർ എച്ച് പ്ലസ് വൈ is equal to സാധാ എച്ച് ഇൻറ്റു വൈ ആണ്. ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. എച്ച് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് വൈ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 + 3 എന്ന് പറഞ്ഞാൽ എന്താ, 2ഉം 3ഉം വെക്ടർ ആണെങ്കിൽ 2 + 3 is equal to എന്താണ്, സാധാ 5 എന്നല്ല നമുക്ക് വരിക, 2 × 3 ആണ്, which is equal to 6. അപ്പോൾ ഈ രീതിയിലാണ് അഡിഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എച്ച് പ്ലസ് വൈ ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ എന്നാണ് അഡിഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കെ ഇൻറ്റു എച്ചിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എച്ച് റേസ് ടു കെ. അതായത് 2 ഇൻറ്റു ഒരു വെക്ടർ എച്ച് ആണെങ്കിൽ എച്ചിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2h എന്നല്ല, പകരം എച്ച് റേസ് ടു 2 എന്നാണ്. കെ ഇൻറ്റു എച്ച് എന്താണ്, എച്ച് റേസ് ടു കെ എന്നാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവുമോ, വെക്ടർ സ്പേസ് ആവുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ വെക്ടർ സ്പേസ് ആവുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എത്ര കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞ 10 കണ്ടീഷനും എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താണ്, V is equal to R+ ആണ്. R+ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി വിയിൽ 2 എലമെൻറ്റ് എടുക്കണം, എച്ചും വൈയും. എച്ചും വൈ എന്താണ്, വെക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ വെക്ടർ എച്ച് കോമ വെക്ടർ വൈ എടുത്തു. വെക്ടർ എച്ച് എന്താണ്, വെക്ടർ എച്ച് is equal to എച്ച് തന്നെ, വെക്ടർ വൈ is equal to വൈ തന്നെ. അപ്പോൾ എച്ചും വൈയും വിയിലത്തെ എലമെൻറ്റ് ആയതുകൊണ്ട്, വിയിൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുള്ളതായിരിക്കും, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ എച്ചും വൈയും വിയിൽ എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ എച്ച് എന്തായിരിക്കും, >0 ആയിരിക്കും, വൈയും >0 ആയിരിക്കും. അപ്പോൾ എച്ച് is equal to എച്ച് >0 ആൻഡ് വൈ equal to വൈ >0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എച്ച് പ്ലസ് വൈ ഏതിലുണ്ടോ നോക്കണം, ബിയിലുണ്ടോ നോക്കണം. അപ്പോൾ എച്ച് പ്ലസ് വൈ ഈക്വൽ ടു, എച്ച് പ്ലസ് വൈ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എച്ച് വൈ എന്നാണ് അല്ലേ. ഇത് വെക്ടർ, ഇത് നമ്മുടെ സാധാ എച്ച് വൈ. അപ്പോൾ എച്ച് പ്ലസ് വൈ ഈക്വൽ ടു എച്ച് വൈ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എച്ചും വൈയും പോസിറ്റീവ് ആണെങ്കിൽ എച്ച് ഇൻറ്റു വൈയും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെയാണ് കിട്ടുക, പോസിറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എച്ച് പ്ലസ് വൈ >0 എന്ന് കിട്ടി. എച്ച് പ്ലസ് വൈ >0 ആണെങ്കിൽ അത് എവിടെ ഉണ്ടാവും, വിയിലുണ്ടാവും. കാരണം വിയിലുള്ള എലമെൻറ്റ്സ് എന്താണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. സോ എച്ച് പ്ലസ് വൈ എവിടെ ഉണ്ടാവും, വിയിലുണ്ടാവും. അപ്പോൾ എച്ചും വൈയും വിയിലുണ്ടെങ്കിൽ എച്ച് പ്ലസ് വൈ വിയിലുണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ എന്താ പറയുക, വി ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. സോ വി ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ എന്ന് പറയാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് നോക്കേണ്ടത്, എച്ച് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എച്ച് ആണെന്ന് നോക്കണം അല്ല. എച്ച് പ്ലസ് വൈയും വൈ പ്ലസ് എച്ചും ഈക്വൽ ആണോ എന്ന് നോക്കണം. ബൈ ഡെഫിനിഷൻ, അഡിഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്, എച്ച് ഇൻറ്റു വൈ ആണ് അല്ലേ. രണ്ട് വെക്ടറുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എച്ച് ഇൻറ്റു വൈ ആണ്. ഈ എച്ചും വൈയും സാധാരണ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എച്ച് വൈ ഈക്വൽ ടു വൈ എച്ച് എന്ന് സാധാരണ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 1 2 3 അതുപോലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ എച്ച് ഇൻറ്റു വൈയും വൈ ഇൻറ്റു എച്ചും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ എച്ച് വൈ ഈക്വൽ ടു, കാരണം എന്താണ്, സാധാരണ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ല. എച്ച് ഇൻറ്റു വൈ 1 × 2 ചെയ്താലും 2 × 1 ചെയ്താലും സെയിം തന്നെയാണ്. അപ്പോൾ എച്ച് വൈ ഈക്വൽ ടു വൈ എച്ച് എന്ന് എഴുതാം. അപ്പോൾ എച്ച് പ്ലസ് വൈ എച്ച് വൈ ആണെങ്കിൽ വൈ എച്ചിന് എന്താണ്, വൈ പ്ലസ് എച്ച് ആണ്. തിരിച്ചെഴുതുക, വൈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ പ്ലസ് എച്ച് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, എച്ച് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എച്ച് എന്ന് കിട്ടി. സോ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സെക്കൻഡ് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി തേർഡ് വൺ അസോസിയേറ്റിവിറ്റി ആണ്. എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടണം, എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടണം.
എക്സും വൈയും സെഡും എവിടുത്തെ എലമെൻ്റാണ്? വിയിലെ എലമെൻ്റാണ്. ഇങ്ങനെയാണെങ്കിൽ എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടണം. ഓക്കെ, ഡെഫിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ വൈ പ്ലസ് സെഡ് എന്താണ്? വൈ സെഡ് ആണ്. സോ എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് പ്ലസ് വൈ സെഡ് എന്ന് എഴുതാം. ഇനി ഇത് എച്ച് പ്ലസ് വൈ എന്നുള്ള ഫോമാണ്. എച്ച് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഇൻറ്റു വൈ ആണ്. അപ്പോൾ എച്ച് പ്ലസ് വൈ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഇൻറ്റു വൈ സെഡ് ആക്കിയിട്ട് എഴുതാം. ഇനി എച്ച് വൈ സെഡ് എല്ലാം പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. സോ എച്ച് ഇൻറ്റു വൈ സെഡിനെ നമുക്ക് എച്ച് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. കാരണം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് ആണ്. സോ എച്ച് ഇൻറ്റു വൈ സെഡിനെ എച്ച് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. എച്ച് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് വൈക്ക് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എച്ച് പ്ലസ് വൈ. കാരണം നമുക്ക് ഈ ഫോമാറ്റിലേക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എച്ച് വൈക്ക് പകരം നമുക്ക് എച്ച് പ്ലസ് വൈ എന്ന് കൊടുക്കാം. എച്ച് വൈ ഇൻറ്റു സെഡ്, അതായത് ഇത് ഏത് ഫോമിലാണ്? എച്ച് വൈ ഇൻറ്റു സെഡ് എന്നുള്ളത് എച്ച് ഇൻറ്റു വൈ എന്നുള്ള ഫോമാണ്. എച്ച് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് പ്ലസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ എച്ച് വൈക്ക് നമ്മൾ എച്ച് പ്ലസ് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ എച്ച് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്നാവും. അപ്പോൾ എച്ച് വൈ എന്നുള്ള ഫോമിലായി അല്ലേ? എച്ച് വൈ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആണ്. അപ്പോൾ എച്ച് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് പ്ലസ് വൈ ആണ്. സോ എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നായി. ഓക്കെ, അപ്പോൾ എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ അഡിഷൻ ഈസ് അസോസിയേറ്റീവ്. നമുക്ക് വേണ്ട ഫോമാറ്റിലേക്ക് എത്തുകയാണ്, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാൻ പറ്റില്ല? ആ ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഡെഫിനിഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ എഴുതിയിട്ട് വരണം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ്. വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സെഡ് ആയിരുന്നു. എച്ച് പ്ലസ് വൈ സെഡ് എന്നുള്ള ഫോമിലേക്ക് എഴുതി. ഇനി ഇത് എച്ച് പ്ലസ് വൈ സെഡ് എന്നുള്ളത് ഒരുമിച്ചാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എച്ച് പ്ലസ് വൈ എന്നുള്ള ഫോമാണെന്ന് വിചാരിക്കാം. എച്ച് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് വൈ ആണ്. സോ എച്ച് ഇൻറ്റു വൈ സെഡ് എന്ന് വരും. മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് എച്ച് ഇൻറ്റു വൈ സെഡിനെ എച്ച് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. എച്ച് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആണ്. എഗെയിൻ എച്ച് ഇൻറ്റു വൈ ഫോമാറ്റായി. എച്ച് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് വൈ ആണ്. സോ എച്ച് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് എഴുതാം. നമുക്ക് അഡിഷൻ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഫോർത്ത് കണ്ടീഷൻ എന്താ പറയുന്നത്? ഒരു സീറോ വെക്ടർ എക്സിസ്റ്റ് ചെയ്യണം. സീറോ വെക്ടറിൻ്റെ മീനിങ് എന്താണ്? ബിയിലൊരു എലമെൻറ്റ് നമ്മൾ എച്ച് എടുത്തു കഴിഞ്ഞാൽ എച്ച് പ്ലസ് ഏത് നമ്പർ ചെയ്താലാണോ എന്ത് എച്ച് തന്നെ കിട്ടുക, അപ്പോൾ ഇവിടെയുള്ള നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും? സീറോ വെക്ടർ എന്ന് പറയും അല്ലേ? വെക്ടറിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സീറോ വെക്ടർ എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ നമുക്കറിയാം അഡിഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു വൈ ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എച്ചിനെ എന്തുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എച്ച് കിട്ടുക എന്ന് നോക്കുന്നതിന് പകരം എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇൻറ്റു വൈ ആണ്. എച്ച് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം? എച്ച് തന്നെ കിട്ടണം. അപ്പോൾ വൈ എന്തായാലേ പറ്റുള്ളൂ? എച്ച് ഇൻറ്റു വൈ ഈക്വൽ ടു എച്ച് തന്നെ കിട്ടണമെങ്കിൽ വൈ എന്താവണം? 1 ആവണം. ഓക്കെ, അപ്പോൾ എച്ച് പ്ലസ് വൺ ഈക്വൽ ടു എച്ച് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എച്ച് പ്ലസ് വൈ എന്താണ്? ബൈ ഡെഫിനിഷൻ എച്ച് ഇൻറ്റു വൈ ആണ്. സോ എച്ച് പ്ലസ് വൺ എന്നുള്ളത് എന്താവും? എച്ച് ഇൻറ്റു വൺ ആവും. എച്ച് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ് അല്ല? എച്ച് ഇൻറ്റു വൺ ഈക്വൽ ടു എച്ച്. അപ്പോൾ എച്ച് പ്ലസ് വൺ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എച്ച് എന്ന് കിട്ടി. സോ 1 ആണ് ഇവിടെ എന്ത്? സീറോ വെക്ടർ എന്ന് പറയുന്നത്. എച്ച് പ്ലസ് വൺ ഈക്വൽ ടു എച്ച്. ഇനി തിരിച്ച് കിട്ടണുണ്ടോ നോക്കണം. 1 പ്ലസ് എച്ച് ചെയ്താലും എച്ച് തന്നെ കിട്ടണം. 1 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ 1 ഇൻറ്റു എച്ച് ആണ്. 1 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച്. ഓക്കെ, അപ്പോൾ എച്ച് പ്ലസ് വൺ ഈക്വൽ ടു 1 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് തന്നെ കിട്ടി. സോ ഇവിടുത്തെ സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എച്ച് ഈക്വൽ ടു എച്ച്. സോ സീറോ വെക്ടർ ഈസ് 1. സീറോ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് വെക്ടർ ആണല്ലോ അടുത്ത നമ്മുടെ കണ്ടീഷൻ. എന്താണ്? എച്ച് പ്ലസ് സീറോ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ സീറോനെ നമ്മൾ സീറോ വെക്ടർ എന്ന് വിളിക്കും. ഇനി അടുത്ത കണ്ടീഷൻ പറയുമ്പോൾ എച്ച് പ്ലസ് മൈനസ് എച്ച് ഈക്വൽ ടു സീറോ, അതായത് എച്ചിൻ്റെ കൂടെ ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് വാല്യൂ ആഡ് ചെയ്താലാണോ സീറോ വെക്ടർ കിട്ടുന്നത് ആ ആഡ് ചെയ്ത നമ്പറിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് വെക്ടർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എച്ച് പ്ലസ് എന്ത് ചെയ്താലാണോ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 ആണ്. ഓക്കെ, സീറോ വെക്ടർ 1 ആണെന്ന് നമുക്ക് ഫോർത്ത് കണ്ടീഷനിൽ കിട്ടി. അപ്പോൾ ഫിഫ്ത്ത് കണ്ടീഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എച്ച് പ്ലസ് ഏത് നമ്പർ ചെയ്താലാണോ 1 കിട്ടുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഇവിടെ എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു വൈ ആണ്. അപ്പോൾ എച്ച് ഇൻറ്റു എന്ത് ചെയ്താലാണ് 1 കിട്ടുക എന്ന് നോക്കണം. എച്ച് ഇൻറ്റു എന്ത് ചെയ്താലേ 1 കിട്ടുള്ളൂ? എച്ച് ഇൻറ്റു 1/h ചെയ്താലാണ് എന്ത് കിട്ടുക? 1 എന്ന് കിട്ടുക. സോ നമ്മുടെ ഡെഫിനിഷനിലെ മൈനസ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? 1/h ആക്കിയിട്ട് എടുക്കണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ മൈനസ് ഓഫ് എച്ച്, നെഗറ്റീവ് ഓഫ് വെക്ടർ എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? 1/h ആയിട്ട് എടുക്കുക. ദെൻ എച്ച് പ്ലസ് മൈനസ് എച്ച് എന്നുള്ളത് എന്താവും? എച്ച് ഇൻറ്റു 1/h. കാരണം എച്ച് പ്ലസ് വൈ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എച്ച് ഇൻറ്റു വൈ എന്നാണ്. അപ്പോൾ എച്ച് പ്ലസ് മൈനസ് എച്ച് എന്നുള്ളത് എച്ച് ഇൻറ്റു 1/h. എച്ചും എച്ചും ക്യാൻസൽ ചെയ്താൽ 1. 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വെക്ടർ 1 തന്നെയാണ്. വെക്ടർ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. സോ വെക്ടർ 1 എന്ന് പറഞ്ഞാൽ വെക്ടർ 1 ആണ്. വെക്ടർ 1 എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? 0 വെക്ടറാണ് അല്ലേ? 0 വെക്ടറാണ് എന്ത്? 1. ഇനി തിരിച്ച് കിട്ടുന്നുണ്ടോ നോക്കണം. മൈനസ് എച്ച് പ്ലസ് എച്ച്. മൈനസ് എച്ച് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ചിന് പകരം എന്ത് കൊടുക്കുക? 1/h. ബൈ ഡെഫിനിഷൻ എച്ച് പ്ലസ് വൈ എന്ന് പറയുന്നത് എച്ച് വൈ ആണ്. സോ മൈനസ് എച്ച് പ്ലസ് എച്ച് എന്നുള്ളത് മൈനസ് എച്ചിന് പകരം 1/h ആണ് കൊടുക്കേണ്ടത്. 1/h ഇൻറ്റു എച്ച് എന്ന് വരും. ദാറ്റ് ഈസ് 1. 1 എന്ന് വെച്ചാൽ വെക്ടർ 1 ആണ്. ദാറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ഓഫ് എ വെക്ടർ എച്ച് ഈസ് 1/h എന്ന് കിട്ടി. ഓക്കെ, റെസിപ്രോക്കലാണ്. ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലാണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കിട്ടി. വെക്ടർ അഡിഷൻ്റെ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നോക്കേണ്ടത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ്.